ഇപ്പോൾ എറണാകുളം DCC അധ്യക്ഷൻ ശ്രീ ഷിയാസ് കൂടിയുണ്ട്. ഇതുപോലെ ഒരു അസാധാരണ സാഹചര്യത്തിലെ സമരത്തിന്റെ പേരിൽ ഒന്നിന് പിന്നാലെ പല പല കേസുകൾ കൂടി എത്തി ഏറ്റവും ഒടുവിലും കോടതി ജാമ്യം അനുവദിച്ച് നിൽക്കുകയാണ്. ഷിയാസ് കഴിഞ്ഞോ? കോടതിയിൽ നിന്ന് ഇറങ്ങിയോ? കോടതിയിൽ നിന്ന് ഇറങ്ങിയോ? പറഞ്ഞോളൂ. എന്താണ് ഇന്ന് കോടതിയിൽ ഉണ്ടായത്? എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വനം വന്യജീവി മേഖല സംഘർഷമാണ്. സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നതാണ്. കേന്ദ്ര സർക്കാർ ചെയ്യാൻ കഴിഞ്ഞ എന്താണെന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു മനുഷ്യരുടെ സമരം, ഇപ്പോൾ ആ സമരം അതിരുകടന്നതാണോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അല്പം അതിരുകടന്നു എന്നൊരു നിലപാട് എനിക്കുണ്ട്. അസാധാരണ സാഹചര്യത്തിൽ ചിലപ്പോൾ സമരം അതിരുകടക്കുകയും ചെയ്യും. അതും ജനാധിപത്യത്തിന്റെ കാഴ്ചയാണ്. ശ്രീ ഷിയാസ്, ഇന്നിപ്പോൾ കോടതിയിലുണ്ടായത് എന്താണ്? താങ്കളെ ഒരു ദിവസമെങ്കിലും പിടിച്ചകത്തിടാൻ ഒരു പരമാവധി വ്യഗ്രത പോലീസിനുണ്ടായിരുന്നു ഇന്ന്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ ഉപജാപക സംഘത്തിന്റെ തീരുമാനങ്ങളല്ലേ, അത് നടക്കട്ടെ. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു വയോധികയെ 70 വയസ്സിനോടടുത്ത ഒരു വയോധികയെ ആന ചവിട്ടിക്കൊണ്ടിരുന്നു. അവർ നിരന്തരം അതിന്റെ 3 ദിവസക്കാലം മുമ്പ് അവര് ഫോറസ്റ്റ് ഓഫീസർമാരോട് പറഞ്ഞതാണ് ഇവിടെ ആനശല്യമുണ്ടെന്ന്. അത് അവർ കേട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അവർ മരണപ്പെട്ടു. നിരന്തരം മരണങ്ങളാണ്. അവർ കൃഷിയിടത്തിൽ കൃഷി നടത്താൻ പോലും സാധിക്കുന്നില്ല. വെറും പാവപ്പെട്ടവരാണ് ആ പ്രദേശത്ത് താമസിക്കുന്നത്. നമ്മുടെ നേര്യമംഗലത്തോട് ചേർന്ന് ഞങ്ങളുടെ ജില്ലയുടെ അതിർത്തിയാണ്, ഇടുക്കി പ്രദേശമാണ്. പക്ഷെ അതെല്ലാ കാര്യത്തിലും കോതമംഗലത്താണ് വരുന്നത്. എത്ര കുടുംബങ്ങളാണ് അവിടെ നിന്ന് വിട്ടുപോയത്? ഒരു നിവർത്തിയില്ലാത്ത ആളുകളാണ് അവിടെ താമസിക്കുന്നത്. ഇവരുടെ ഈ വിഷയം എത്ര കാലമായി, 10-12 കൊല്ലമായി ഈ വിഷയം നിലനിൽക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു മനസാക്ഷിക്ക് നിരക്കുന്ന ഒരു സമീപനം പോലും ഇല്ല മന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇത് ആരോട് പറയേണ്ട? സർക്കാരിനോടല്ലാതെ നമുക്ക് വേറെ ആരെങ്കിലോടും പറയാൻ പറ്റും? ഇത് കേൾക്കാത്ത ആളുകളോട് നമ്മൾ സമരം ചെയ്യാതെ വേറെ എന്ത് മാർഗമാണ്? ആ കുടുംബത്തിലെ അവരുടെ മരണപ്പെട്ട ആളുടെ ഭർത്താവും അതുപോലെ തന്നെ അവരുടെ മകനും നിങ്ങൾ ഏത് രീതിയിലാണോ സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്തു. ഞങ്ങളുടെ പരിപൂർണ പിന്തുണയുണ്ട്. അതുപോലെ ആ മൃതദേഹവുമായി ഞങ്ങൾ ആ പട്ടണത്തിൽ, കോതമംഗലം പട്ടണത്തിൽ വന്ന് സമരം ചെയ്തത് അത് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമാണത്. ആ പ്രദേശത്ത് അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ എന്നാണ് കുടുംബം ആഗ്രഹിച്ചത്. അവരുടെ മനസ്സതായിരുന്നു. മരണപ്പെട്ട ദുഃഖമുണ്ട്, പക്ഷെ അതിനപ്പുറത്ത് ഇത് ആർക്കെങ്കിലും എൻ്റെ അമ്മയുടെ മരണം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് ആ കുടുംബം ആഗ്രഹിച്ചിട്ട് അതിനെങ്ങനെയാണ് സർക്കാർ നേരിട്ടത്? വളരെ മോശമായി. പോലീസ് വന്ന് ആ പന്തൽ ഇടിച്ച് തകർത്ത് ആ ഫ്രീസറിൽ കിടത്തിയ അവരുടെ മൃതദേഹം വലിച്ചഴച്ചുകൊണ്ട് പോയി. ഒരു മൃതദേഹത്തോട് ഇങ്ങനെ യാതൊരു ആദരവും പ്രകടിപ്പിക്കാതെ അനാദരവ് കാണിക്കാൻ എങ്ങനെയാ പോലീസിന് കഴിയുക? രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളോട് കയർക്കുന്നുണ്ട്, നിങ്ങൾ അനാദരവ് കാണിച്ചു എന്ന്. ഞങ്ങൾ ആ കുടുംബത്തിന്റെ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മൃതദേഹവുമായി പോയിരുന്ന് ജനങ്ങൾ സമരം ചെയ്യുന്നത്. അതൊരു ജനകീയ വിഷയമായതുകൊണ്ടാണ് ജനങ്ങൾ അത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് നടക്കുന്നത്. ആദ്യമായിട്ടല്ല നടക്കുന്നത്, എത്രയോ സ്ഥലങ്ങളിൽ നടന്നു. അനാദരവ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ കേസെടുത്തു. ഒരു കേസല്ല, ആദ്യം 2 കേസെടുത്തു. ഇന്ന് കോടതിയിൽ നാടകീയ രംഗങ്ങളാണ് ഇന്ന് കോടതിയിൽ നടന്നത്. ഇതുപോലെ ഇത് കാട്ടാനയാണ്, കാട്ടുപോത്താണ്. കാട്ടുപോത്തിനെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലാണ് ഈ പോലീസിന്റെ ഇടപെടൽ ഇന്ന് കോടതിയിൽ ഉണ്ടായത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ സമരമല്ലേ, ആ സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. മറ്റ് ഇന്നത്തെ മുഖ്യധാര വിഷയങ്ങളിൽ നിന്നെല്ലാം ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ വിഷയങ്ങളാണ്. ആ സമരത്തെ നേരിട്ടതും ആ സമരത്തിന് തുടർച്ചയെന്നോണം ഉപവാസ പന്തലിരുന്ന ആളുകളോട് ഇടപെട്ടതും ഞങ്ങൾക്കെതിരെ 2 കേസെടുത്തു. 2ലും അർദ്ധരാത്രിയിൽ ഞാൻ ആ സമരപ്പന്തലിന്റെ മുമ്പിലുള്ള ചായക്കടയിൽ ഒരു ചായ കുടിക്കാനായിട്ട് കയറിയതാണ്. എന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ അരമണിക്കൂർ മുമ്പ് ആ പോലീസ് സ്റ്റേഷനിൽ അഡീഷണൽ SP-യും അതുപോലെ CI-യുമായി സംസാരിച്ചിട്ട് പോകുന്ന ആളാണ് ഞാനും മാത്യു കൊല്ലനാടനും. അപ്പൊ അവിടെ വെച്ച് പറയായിരുന്നു എനിക്കെതിരെ കേസല്ല, നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കും. ശരി, എന്തായാലും അതിന് തുടർച്ചയിൽ ഇന്ന് പരമാവധി കേസുകൾ ഒന്നിനു പിന്നാലെ പോലീസ് കൊണ്ടുവരുന്നത് കണ്ടു. അതും ഈ പറഞ്ഞ സമരത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. പക്ഷേ ആ സമരം കുറച്ച് അതിരുകടന്നാണെന്ന് ഞാൻ പറയും. പക്ഷേ അതിരുകടന്നാണെങ്കിലും ആ സമരത്തിൻ്റെ ഒരു കോസ് ഉണ്ടായിരുന്നു. ആ കോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാലങ്ങളായി ഒരു മേഖല അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരലാണ്. സമരം തുടരൂ ഷിയാസ്. ഈ പറയുന്ന കേസും പോലീസും ഇന്ന് കണ്ട വ്യവഹാരങ്ങളൊക്കെ അതിൻ്റെ വഴിയിൽ നിങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്ക് അറിയാത്തതല്ലല്ലോ.